ഇനിയിപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിൽ UDF പറയുന്നതും മാധ്യമങ്ങൾ പറയുന്നതിലും ശരിയുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അപ്പം ഈ മാസങ്ങൾ കുറച്ചില്ലേ, അതുപോലെ ഇരിക്കും. അന്ന് എന്താ വരികയെന്ന് അറിയില്ല. ശരിക്കും പൊളിറ്റിക്കലായ വോട്ടുകൾ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ രാജീവ് ഗാന്ധിനും വരണം. രാജീവ് ഗാന്ധി മരിക്കുന്നതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വായിലെ തോൽവി പറ്റും. പക്ഷെ രാജീവ് ഗാന്ധി മരിച്ചോട് കൂടിയിട്ട് മുഴുവൻ ഒഴുക്കായി. ആ സന്ദർഭത്തിൽ ഇപ്പോൾ അങ്ങനെയാണല്ലോ. അല്ലോ, എന്തെല്ലാം അതിന് മുന്നേ വന്നു, ഇപ്പൊ അതൊക്കെ മറന്നു. ഇപ്പൊ ഒരു പുതിയതിലായി നോക്കിയിട്ടുണ്ടോ? ഒരു സരിത നടന്നൊരു കാലങ്ങൾക്ക് ഓർമ്മയില്ലേ? സരിത, പിന്നെ മറ്റേ കുട്ടീൻ്റെ പേരുന്ന ഒരു വേറെ സ്വപ്ന പേടിങ്. പുതിയ പുതിയ വിഷയം വരുമ്പോൾ അതിലേക്ക് ആളുകൾ അങ്ങനെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ വോട്ടുകൾ സാധാരണ ഇപ്പൊ നിങ്ങള് കോഴിക്കോട് മേയറൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. ഈ പൊളിറ്റിക്കൽ വോട്ടുകളാണോ, പൊളിറ്റിക്കൽ വോട്ടുകൾ തന്നെയല്ലേ ശരിക്കും ഗതി നിർണ്ണയിക്കുന്നത്? തീർച്ചയായിട്ടും. അല്ലാതെ വ്യക്തിഗത അങ്ങനെയല്ല. ബാക്കി ഇപ്പൊ എന്താന്ന് വെച്ചാല് പ്രശ്നം പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് മാത്രം ജയിക്കില്ല. മനസ്സിലായി? സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെങ്ങോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പ്രധാനത. മനസ്സിലായോ? മറ്റേതിപ്പോ എനിക്കുള്ള ഒരു 100 വോട്ട് മനസ്സിലാവും. മറ്റവർക്കും ഉണ്ടാവും 80 ഉള്ളൂ എന്ന് വിചാരിക്കും അവർക്ക്. എനിക്ക് 100 ഉണ്ട്. പക്ഷെ അപ്പുറത്ത് കുറെ ആള് 50 ആൾ അപ്പുറം ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു വെച്ചാൽ അത് ബലവും. ആണല്ലോ ഇവിടെ എപ്പോഴും വ്യത്യാസം വരുന്നതിന്റെ ഒരു കാരണം അതാണല്ലോ. മറ്റേ വെറും പൊളിറ്റിക്കൽ വോട്ട് എന്നുണ്ടെങ്കിൽ CPM അല്ല അവിടെ ജയിക്കുള്ളൂ. എങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ മാറിയെന്നില്ല. എന്താ കാരണം? ഈ ആളുകൾ ഡിസൈഡിങ് ഫാക്ടർ അതാണ്. മനസ്സിലായി? നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഈ വിഷയങ്ങളൊക്കെ ബാധകമായിരിക്കും. ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ് വരിക അല്ലേ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും. പിന്നെ ആ സമീപ സമയത്ത് വരുന്ന ഇഷ്യൂസ് അതും വിലയിരുത്തപ്പെടുന്നതിന് ഒരുപാട് കേസുകളുണ്ട്. BJPയുടെ വളർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് കാര്യമായ അല്ല, അതിപ്പോ കണ്ടറിയണം. നമുക്കിപ്പോ എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായിട്ടൊന്നും പ്രവചിക്കാൻ ഇപ്പൊ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ഷനോട് ബന്ധപ്പെട്ട് അതിനടുത്ത് വരുന്ന വിഷയങ്ങളായിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനം. മനസ്സിലായോ? ഇന്ന് എന്തൊക്കെയാ വരുമെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ലല്ലോ നമുക്ക്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനത്തെ അനുഭവമുണ്ട്. ഇപ്പോൾ BJPക്ക് ഈ കോഴിക്കോടൊക്കെ തന്നെ നമുക്കറിയാം, കോഴിക്കോടും തൃശ്ശൂരൊക്കെ തന്നെ BJPക്ക് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണെങ്കിലും അവിടെ മുനിസിപ്പാലിറ്റി പരിധിയിലാണെങ്കിലും വളർച്ചയുണ്ട്. കാലകാലങ്ങളായിട്ട് ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 7 സീറ്റ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ചിലത് പോയി, പുതിയ ചിലതവർക്ക് കിട്ടി. വലിയൊരു വളർച്ചേന്റെ ഒരു ഘട്ടം ഒന്നുമില്ല. അങ്ങനെയല്ല, ഭരിക്കാവുന്ന സ്റ്റേജ് ഒന്നും എന്തായാലും കോഴിക്കോട് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം ഒരു 68-ലാണ് ഇവിടെ ആദ്യമായിട്ട് UDFന് ഒരു ഭരണം കിട്ടിയിട്ടില്ല. അതിനുശേഷം അങ്ങോട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല. സാധ്യത കുറവില്ല. കാരണം കോർപ്പറേഷൻ ഭരിക്കാൻ വരുന്നതാണ് നല്ലതെന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ പൊതുവായിട്ടുണ്ട്. പിന്നെ പൊതുവെ കോഴിക്കോട് പോലത്തെ സ്ഥലത്ത് CPMന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ. പക്ഷെ എങ്കിലും ഈ കോഴിക്കോട് മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഒരു വളർച്ചയുടെ ഒരു ഇതുണ്ട്. ഇപ്പൊ പാലക്കാടൊക്കെ നമുക്ക് കണ്ടതാണ്. തൃശ്ശൂരും പാലക്കാട് അവർക്ക് പാതിയുണ്ടല്ലോ. പാലക്കാട് ഭരണമുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലയാണല്ലോ. തൃശ്ശൂരിലും തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് കുറെ വോട്ട് പോയി കുറഞ്ഞു. അവരുടെ തന്നെ കുറെ കൃഷ്ണകുമാർ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ലാത്തവരൊക്കെ കുറെ ഒരിടയിൽ തന്നെയുണ്ട്. അതിനോടൊക്കെ ബന്ധപ്പെട്ട് അത് ഇലക്ഷനോട് വരുന്നതാകുമ്പോഴേ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ളത് പറയാൻ പറ്റും. എന്ത് എങ്ങനെയാണ് എന്തായാലും അപ്പൊ തെരഞ്ഞെടുപ്പില് LDFന് ഇത്തവണയും നല്ല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും LDF നല്ല നേട്ടം കൈവരിക്കും തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ പരമാവധി നടത്തിയിട്ടുണ്ട് എന്നുള്ള ബോധം ആളുകളുടെ ഇടയിലുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് നല്ലത് LDF ആണെന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഇടയിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുന്നു നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഭരണവിരുദ്ധ വികാരം അങ്ങനെ ഇല്ല, കാര്യമായിട്ടില്ല. അങ്ങനെ അത് ഓരോ
ഇതിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകൾ ജനറൽ ആയിട്ടല്ലേ മൊത്തത്തിലെടുക്കുക. മറ്റേ അങ്ങേക്ക് ഒരു കേസ് എതിരായി എന്നുള്ളതിനെ കൊണ്ട് 10 നല്ല ഉണ്ടെങ്കിൽ ആ ഒന്ന് കണക്കിലെടുക്കില്ല.